എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ പുലാവാണ്. അതായത് അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസും ചേർത്തുണ്ടാക്കുന്ന അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പുലാവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ശരി, നമുക്ക് ഡയറക്റ്റ് റെസിപ്പിയിലേക്ക് പോവാം. ഈ മിക്സ്ഡ് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതാട്ടോ. ഇത് സവാള നമുക്ക് ആദ്യമായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രൈ ചെയ്തിടാനുള്ളതല്ല, വഴറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്. പിന്നെ ക്യാരറ്റ്, പൊട്ടറ്റോ, ബീൻസ്, വട്ടണ, ഒരു ചെറിയ കഷ്ണം പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫ്രൈ ചെയ്തെടുത്തേക്കണം എന്താ വെച്ചാൽ പൊടിഞ്ഞു പോകാതിരിക്കാൻ. പിന്നെ കുറച്ച് സോയ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ട മസാലകളൊക്കെ അത് ചേർക്കണ സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എണ്ണയാണ് കേട്ടോ. ഇപ്പം ഇതറിയാലോ, സൺഫ്ലവർ ഓയിൽ കേട്ടോ. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലും ഞാൻ ഇതിനോടൊപ്പം തന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഓയിലും നെയ്യും സമാസം എടുത്തിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. എണ്ണയും നെയ്യും കൂടി മിക്സായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ആ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കറുവപ്പട്ട, ഒരു ചെറിയ പീസ് കറുവപ്പട്ട കേട്ടോ, കുറേ നുടണ്ട, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വളരെ കുത്തൽ വരും. അപ്പോൾ അത് കറുവപ്പട്ട, ഒരു 2-3 ഗ്രാമ്പു, ഒരു 2 ഏലക്കായ കേട്ടോ, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കട്ടെ, അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവോളയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 സവോള, അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 സവോളയാണ്. അത് കനം കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ. കനം കുറച്ച് അരിഞ്ഞ സവാളയാണ്. ഇത് നമുക്ക് ഈ മൂത്ത എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ലേശം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സാക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ സവാള അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും വഴണ്ടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നമുക്കിത് ഒരുപാടൊന്നും വഴണ്ട ആവശ്യമില്ല. ഒന്ന് വാടി വന്നാൽ മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ ഏകദേശം ഒരു ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി ഒന്ന് പച്ചമണം മാറണ വരെ നന്നായി നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലകൾ ഓരോന്നായിട്ട് ഞാൻ പറയാം. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് പോലെ തന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി, അത് ഓരോരുത്തർക്കും അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നാലും ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു നുള്ളു കുരുമുളക് പൊടി കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഗരം മസാലപ്പൊടി. അത് കുറേ ഒന്നും, എല്ലാ മസാലകളും പ്രത്യേകം ശ്രദ്ധിക്കണം, കുറേ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഏകദേശം കുറച്ച്, അതായത് ചെറിയ ഒരു ടീസ്പൂണിന് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒപ്പം തന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി. ഇതെന്തിനാ ഈ എല്ലാ മസാലകളും കൂടി ചേർക്കണമെന്ന് വെച്ചാൽ അതെല്ലാം കൂടി മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. അല്ലാണ്ട് ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് മസാല മാത്രം ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് വരും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട്. ഈ സമയത്ത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം സ്ലോലി ആക്കി വെക്കണം, അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോയിട്ട് ടേസ്റ്റൊക്കെ ആകെ മാറും കേട്ടോ. അപ്പോൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. കുറച്ച് പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടുതലായിട്ട് ഉപയോഗിക്കരുത്, എല്ലാം മിതമായ രീതിയിൽ. കാരണം അല്ലെങ്കിൽ ഇത് നമുക്ക് പുലാവ് ഉണ്ടാക്കി വരുമ്പോൾ എന്തായിരിക്കും, നല്ല കുത്തണ മണം വരും. അങ്ങനെ കുത്തണ മണം വരരുത്, എന്നാൽ എല്ലാ ടേസ്റ്റും നമുക്ക് കിട്ടും വേണം. ഇനി ഒരു ലേശം കുരുമുളക് പൊടി, അധികം ചേർക്കേണ്ട, ഓരോരുത്തർക്കും അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി ഈ എല്ലാ മസാലകളും കൂടി നമുക്ക് നന്നായി ഇളക്കി മൂപ്പിക്കണം കേട്ടോ. ഇപ്പോൾ മസാലകളൊക്കെ ചേർത്ത് നന്നായി മൂത്ത് വന്നു. ഈ സമയത്ത് നമുക്കിതിലേക്ക് നല്ലൊരു വലിയ തക്കാളി, അത്യാവശ്യം നന്നായി പഴുത്ത തക്കാളി, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തക്കാളി നന്നായി ഇളക്കി മൂപ്പിച്ചെടുത്ത് ഒന്ന് തക്കാളീനെ എങ്ങനെയാക്കണം, നല്ല ഇതാക്കി സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അതിന് ശേഷം നമുക്ക് ചേർക്കേണ്ട വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി വരട്ടെ. തക്കാളി ചേർത്ത് കൊടുത്തൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ട് ഇത്ര ആയാൽ മതി. കാരണം ഇനി നമുക്കിത് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഇളക്കുമ്പോൾ അത് ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോരോ വെജിറ്റബിൾസായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ വേവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ പൊട്ടറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, ബീൻസ് ചേർത്ത് കൊടുക്കുക, എല്ലാം ചേർത്ത് കൊടുത്തോളൂ. അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ പൊട്ടറ്റോയും ക്യാരറ്റും ബീൻസും ഇട്ട് നന്നായി ഇളക്കി ചേർത്തു. ഇനി നമുക്കിതാ
പച്ച ബട്ടൺ, ഇത് അങ്ങനെയുള്ള ഫ്രഷ് ബട്ടൺ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചേർത്തിട്ടുണ്ട്, കുറച്ച് അത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് സോയയാണ്. അത് ആദ്യം തന്നെ നല്ല ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായി കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുള്ള സോയയാണ്. വളരെ കുറച്ചൊരു 8-10 സോയ കേട്ടോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി കുറച്ച് പനീർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പക്ഷേ ലാസ്റ്റ് ചേർക്കാം, അല്ലെങ്കിൽ അത് ഇതിൻ്റെ ഒക്കെ കൂടെ കിടന്ന് ഇളക്കുമ്പോൾ ചിലപ്പോൾ മിക്സായിട്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം, അരി ചേർക്കണേക്കാൾ തൊട്ട് മുന്നേ. ഇത് നന്നായി ഒന്ന് ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മാത്രമല്ല ഇതിനാവശ്യമായ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഉപ്പിടുമ്പോൾ നോക്കണം കഷ്ണത്തിനും. ഇനി നമ്മളിതിൽ അരി ചേർക്കാൻ പോകുന്നുണ്ട്, അതായത് പുലാവിന് വേണ്ട അരി ചേർക്കും. അപ്പോൾ അതിനും കൂടിയുള്ള ഉപ്പ് കണക്കാക്കിയിട്ട് വേണം ഇടാൻ. എന്തായാലും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ചേർത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അപ്പം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് നന്നായി ഒരു 2 മിനിറ്റ് ഇട്ട് വഴറ്റിയെടുത്തു കേട്ടോ. ഒന്ന് ഉള്ളൊക്കെ ഒന്ന് ഇതായി വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി പനീർ ചേർത്ത് കൊടുക്കാം. ഇനി പനീർ ലാസ്റ്റ് ഇത് ചേർത്ത് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് അരി ചേർക്കാം. അപ്പോൾ അരി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഗ്ലാസ്, ഞങ്ങൾക്ക് വളരെ കുറച്ചേ വേണ്ടൂ, ഞങ്ങൾ 2-3 ആളല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വളരെ കുറച്ചാണ് എടുത്തേക്കുന്നത്. ഒരു ഗ്ലാസ് ബാസ്മതി റൈസ് നന്നായി കഴുകി ഒരു 10-20 മിനിറ്റ് കുതിർത്ത് ഊറ്റി വെച്ചിട്ടുള്ള ബാസ്മതി റൈസാണ് കേട്ടോ. ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അരി നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഈ സമയത്തൊക്കെ ഗ്യാസിൻ്റെ ഫ്ലെയിം സ്ലോ തന്നെ ആയിരിക്കണം കേട്ടോ. ഇത് ഇളക്കി കൊടുത്ത് ഈ അരി ഒന്നിങ്ങനെ പൊട്ടണ ശബ്ദം കേൾക്കണം. അത് വരയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതായത് അങ്ങനെ ചെയ്തിട്ട് പിന്നെ വിസിലടിപ്പിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അതൊന്നിങ്ങനെ പൊട്ടണ വരെ നമുക്ക് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് അപ്പോൾ ഈ അരിയൊക്കെ ഒന്ന് ഇങ്ങനെ പൊട്ടണ ശബ്ദം കേൾക്കും കേട്ടോ. ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ വെയിറ്റ് ഇടാം. ഉണ്ടോ, അരി നന്നായി ഇളക്കി ചേർത്തു. ഇത് പൊട്ടാണ്ട് നോക്കണം കേട്ടോ. അതായത് നമ്മളിത് പൊട്ടിച്ചെടുക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പൊട്ടണ ഇങ്ങനെ പൊട്ടണം, അതായത് അരി ഒന്ന് മൂത്ത് പൊട്ടണ ശബ്ദം വരും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഓരോരുത്തരും അവനവൻ ഉപയോഗിക്കുന്ന അരിയുടെ വേവിനനുസരിച്ച് വേണം. ഞാൻ ഇപ്പോൾ ഒരു കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഏത് ബാസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേണം. അല്ലെങ്കിൽ ജീര റൈസോ അങ്ങനെ എന്താ വെച്ചാൽ അതിൻ്റെ വേവ് അനുസരിച്ച് അതിനെങ്ങനെയാണ് വെള്ളം ചേർക്കണം അതിനനുസരിച്ചിട്ട് വേണം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അത് ആ രീതിയിലാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് ഇതിൽ ഉപ്പ് കുറവുണ്ടോ നോക്കാം. അതായത് ശരിക്കും ഇങ്ങനെ പുലാവും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അറിയാലോ, നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉന്നത്തിൽ നിൽക്കണം, എന്നാൽ മാത്രമേ അത് വെന്ത് വരുമ്പോൾ ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പുണ്ട് എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അത് അവനവൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തർക്കും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിൽ ചേർക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു 1/2 മുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരുപാട് വെന്തിങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അരി. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഒരു വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ സാധനം വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഒരു വിസിൽ അടിച്ചിട്ടെടുത്തതാ കേട്ടോ ഞാൻ. ഇതാ ഇപ്പോൾ കണ്ടോ, നല്ല പാകത്തിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുലാവ്. എനിക്ക് ഈ കുക്കറിൽ ഒരു ഒറ്റ വിസിൽ അടുപ്പിക്കണ്ടു, അപ്പോഴേക്കും അത് വെന്ത് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ കുക്കറിൻ്റെ വേവ് അനുസരിച്ചിട്ട് എത്ര വിസിൽ വേണമെന്നനുസരിച്ചിട്ട് ചെയ്ത് കേട്ടോ. കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുലാവ് ഇവിടെ റെഡി ആയി കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതിങ്ങനെ ഒന്ന് ഇതായിട്ടിരിക്കണം. അത് ചൂടാറി വരുമ്പോൾ ശരിക്കും ഇതായിട്ട് വരും കേട്ടോ. ചുടുക്കനെ ഇരിക്കുമ്പോൾ ഒന്നിങ്ങനെ കുഴഞ്ഞിട്ടാണ് ഇരിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി. ഈ പുലാവിൻ്റെ മുന്നിൽ ബിരിയാണി ഒന്നുമല്ല, ബിരിയാണിയൊക്കെ മാറി നിൽക്കണം കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം, ഇനിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ഡ് വെജിറ്റബിൾ പുലാവ് ഇതവിടെ റെഡിയായി കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, നല്ല മണം വരുന്നുണ്ട്. അതായത് നമ്മൾ നെയ്യൊക്കെ ചേർത്തുകാനും അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാം ചേർത്തിട്ടുണ്ട്, പനീറും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ അടിപൊളി മണം വരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത് കണ്ടോ, ഈ സാലഡ് തന്നെയാണ്. അതായത് ഞാൻ ഇതിൽ തക്കാളിയൊന്നും ചേർക്കില്ല, അതുപോലെ കുക്കുമ്പറും ചേർക്കില്ല. വെറും സവോള, നല്ല കട്ട തൈര് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അത്യാവശ്യം പുളിയുള്ള നല്ല കട്ട തൈരിൽ സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കണ ഈ സാലഡ് ഇത് തന്നെയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഈ പുലാവ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മുടെ കുട്ടികളുടെ അവധിക്കാലമൊക്കെ അല്ലേ, ഇടയ്ക്കൊക്കെ അവർക്ക് ലഞ്ചിന് ഇത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്തിനേക്കാളും വളരെ കുറച്ച് സമയം എടുക്കുക. എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിലോ
ബിരിയാണിയൊക്കെ അപ്പുറം നിൽക്കണം. നമ്മുടെ പുലാവ് അത്രയും സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഫുള്ളായി കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.